ഹായ് പി എസ് സി ആസ്പിരൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് ഞാൻ എങ്ങനെയാണ് പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, ഞാൻ എന്തെല്ലാം മെത്തേഡ്സാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്, എനിക്ക് യൂസ് ആയിട്ടുള്ളതും യൂസ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള മെത്തേഡ്സ് എന്തെല്ലാം തുടങ്ങിയവയെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട്, കാരണം എനിക്ക് എ പിയുടെ എക്സാം 24-ാം തീയതി ഉണ്ട്. എ പിയുടെ എക്സാം ഉള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം ഞാൻ റിവിഷനും കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് തോന്നിയത്, നിങ്ങൾക്ക് എ പി ഒക്ക് വേണ്ടിയും അല്ലാതെ LGS, VFA തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടിയൊക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്നവരാണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളവരായിരിക്കും ചിലർ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡെന്ന് വെച്ചാൽ PYQ മെത്തേഡാണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ഇംഗ്ലീഷിൽ പഠിക്കാമെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പഠിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റിൻ്റെയും ഏതെങ്കിലും യൂട്യൂബിലൊരു വീഡിയോ കാണുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് മിക്കപ്പോഴും പഠിക്കുന്നത്. എനിക്കും ഇംഗ്ലീഷ് കുറച്ചധികം ടഫായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിപ്പോർട്ട് സ്പീച്ചിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ ആണ് PYQ എടുത്ത് കാണുന്നതെന്ന് വയ്ക്കുക. അത് കാണുമ്പോഴത്തേക്കും അതെങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ഒരു എഴുതി തന്നെയാണ്, ഞാൻ എന്താ ഇതൊക്കെ പേപ്പറിൽ എഴുതിയാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു റൂള് നമ്മൾ ബോക്സിനകത്തോ എന്തെങ്കിലും കാര്യമാക്കി എഴുതി പഠിക്കുക. അപ്പോൾ നമ്മളത് ആ ഒരു റിപ്പോർട്ട് സ്പീച്ചിൻ്റെ ഒരു സെഷൻ തീരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റൂള് നമ്മൾ നോർമലി നമ്മളെ മൈൻഡിൽ സെറ്റാവും. അല്ലാതെ ഇപ്പോൾ റിപ്പോർട്ട് സ്പീച്ചിൻ്റെ ഇതെല്ലാം നമ്മൾ ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്തിട്ട് നെക്സ്റ്റ് ടോപ്പിക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ ഇംഗ്ലീഷ് അധികം ടഫുള്ളവരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഈ റൂളെല്ലാം പഠിച്ചു വരുമ്പോൾ ആദ്യം പഠിച്ച റൂള് നമ്മൾ നോർമലി മറന്നു പോകും. അത് മാത്രമല്ല എക്സാം ഹാളിൽ നമുക്കത് അപ്ലൈ ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ എനിക്കൊരു കുറേ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തൊരു മെത്തേഡാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട്. അപ്പം ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് എങ്ങനെയാണ് വന്നു എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതിന് ബെസ്റ്റ് സൊല്യൂഷൻ ഏതെങ്കിലും യൂട്യൂബിൽ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് റിപ്പോർട്ടർ സ്പീച്ച് എന്ന് അടിച്ച് നോക്കുമ്പോൾ തന്നെ വീഡിയോസ് കാണും. അതെടുത്തിട്ട് ആ റൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ഏതാണ് ഓരോ ക്വസ്റ്റ്യനിനും എന്നുള്ളത്. റിപ്പോർട്ടർ സ്പീച്ചിന് ഇപ്പം V1 V2 ആക്കുക. അപ്പോൾ V2 വന്നാൽ എന്താക്കും, ഹാർഡ് പ്ലസ് ബീനാക്കും. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഹൗ പ്ലസ് ബി, അങ്ങനെയുള്ള റൂൾസുകൾ നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്ത്, അങ്ങനെയുള്ള റൂൾസുകളായിരിക്കും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എക്സാം ഹാളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ നോക്കാനുള്ളത്. എന്തോരം പഠിക്കുന്നു എന്നുള്ള സ്മാർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. അങ്ങനെയാണ് ഞാനിപ്പം ഇംഗ്ലീഷ് പഠിക്കുന്നത്. അപ്പോൾ ഏതൊരു സബ്ജക്റ്റ് ആയാലും ഹാർഡ് വർക്കിനോടൊപ്പം സ്മാർട്ട് വർക്കും കൂടെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് PSC എക്സാം ഹാളിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ടഫുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു 10 മാർക്ക് അതിൽ നിന്ന് വരുന്നത് പോവും. പക്ഷേ ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അപ്പോൾ ഇഡിയംസ് ആവട്ടെ, അല്ലെങ്കിൽ കളക്റ്റീവ് നൗൺസ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ഒക്കെ സിമ്പിളാണ് പഠിക്കാൻ വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ചാൽ തന്നെയും ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഒരുവിധം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളത്, റിപ്പീറ്റ് വരുന്ന PYQ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഹാളിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു റൂളിലോട്ട് എത്തിപ്പെടാനൊക്കെ പറ്റും. ഞാൻ പേപ്പർ പഠിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഓരോ പേപ്പർ ഞാൻ ഇങ്ങനെ ജസ്റ്റ് കൊണ്ടുപോയി പഠിക്കാറുണ്ട്. ജസ്റ്റ് വായിക്കൊക്കെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിഷൻ വഴി നമുക്ക് അത് കിട്ടുമല്ലേ മൈൻഡിൽ. സോ അതുകൊണ്ട് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനത്തെ ഒക്കെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം APO എക്സാം ഉള്ളവർ നന്നായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക APO എക്സാമിന് വേണ്ടി. അതുമാത്രമല്ല ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ ഇപ്പോൾ ജയിലിനെ പറ്റിയുള്ള കാര്യങ്ങളും എല്ലാം കൂടി ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കിനാണ് ചോദിക്കുന്നത് APO എക്സാമിന് വേണ്ടി. അപ്പോൾ അതും കൂടി പഠിച്ച് സെറ്റാക്കിയാൽ ഇപ്പോൾ നമുക്ക് GK പോർഷൻ ഏതെങ്കിലും മാർക്ക് കുറഞ്ഞാൽ ഈ ഒരു 20 മാർക്ക് പോർഷൻ മാക്സിമം കവർ ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്.
സ്പെഷ്യൽ ടോപ്പിക് എന്ന് കാണുമ്പോൾ എല്ലാവരും ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും പറ്റത്തില്ലാന്ന്. പക്ഷെ അങ്ങനെയല്ല. സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ. ഒന്ന് വിവരാവകാശ കമ്മീഷൻ, 2 മനുഷ്യാവകാശ കമ്മീഷൻ. ഈ 2 ടോപ്പിക്സ് നമ്മൾ എല്ലാ ജികെയിലും നമ്മൾ പഠിക്കുന്നതാണ്. അത് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ പിന്നെ ചെയ്യാനുള്ളത് ജയിലുകളെക്കുറിച്ച് സിമ്പിളായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റുന്നൊരു ഭാഗമാണ്. പിന്നെ സൈക്കോളജിയുടെ കുറച്ച് പോർഷൻസ് അത് PYQ എടുത്ത് പഠിക്കുന്നതായിരിക്കും കുറേ ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ PYQ എടുത്ത് ആണ് APക്ക് വേണ്ടിയിട്ട് സൈക്കോളജിയൊക്കെ പഠിക്കുന്നത്. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്സും ഞാൻ PYQ ചെയ്ത് മാക്സിമം നോക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി ഞാൻ വീഡിയോ ഇടുന്നത് എന്താണ് എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളുമായിട്ടായിരിക്കും. താങ്ക് യു സോ മച്ച്.